നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് സിനിമ കാണാൻ പോവുകയാണ്. ഈ വ്ളോഗ് എടുക്കുന്നത് സൺഡേ ആണ് കേട്ടോ. അപ്പം കഴിഞ്ഞ സൺഡേ ആയിരുന്നു ഞങ്ങൾ എമ്പുരാൻ സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ രാത്രിയിലത്തെ 8:30 ഷോ ആയിരുന്നു കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് അന്നേരമായിരുന്നു ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പിള്ളേരുടെ എക്സാമൊക്കെ കഴിഞ്ഞ ആ ഒരു ഡേ ആണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എക്സാം എല്ലാം കഴിഞ്ഞു, സ്കൂളും ക്ലോസ് ചെയ്ത ആ ഒരു സന്തോഷത്തിലും കൂടെയാണ് നമ്മൾ സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. പാലായിൽ പുത്തേട്ട് എന്ന് പറഞ്ഞ തിയേറ്ററിലാണ് പോയിട്ടുണ്ടായിരുന്നത്. മമ്മിയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മീനെ പിക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പ്രവിത്താനത്ത് പോവാണ്. ഇതിൻ്റെ ഞാൻ ഓൾറെഡി വോയിസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ കാരണവശാൽ ഞാൻ ഈ പറയുന്നൊന്നും അതിനകത്ത് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും കൂടെ ഞാനിതിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നതാണിത്. സാറയ്ക്ക് തണുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാറയ്ക്ക് വേണ്ടി ഞങ്ങളൊരു കുഞ്ഞൊരു ബ്ലാങ്കറ്റൊക്കെ എടുത്തുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. തിയേറ്ററിൽ കയറുമ്പോഴത്തേനും അവൾ ഭയങ്കര തണുപ്പാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ പ്രവിത്താനത്ത് എത്തി. പ്രവിത്താനത്ത് മമ്മീനെയും പിക്ക് ചെയ്ത് ഞങ്ങൾ തിയേറ്ററിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളിത് ഫിലിം എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പാണ് കണ്ടത്. പിന്നെ മമ്മിയുടെ ഫ്രണ്ട്സായിട്ട് ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു, എന്താണ് ലേഡീസ് ഡേ ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ സിനിമ കാണാനായിട്ട് പോയത്. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു സിനിമയ്ക്ക്. നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് ഇടയൊന്നും ഉണ്ടായിരുന്നില്ല. ഫിലിം കാണാൻ വന്നവരും പിന്നെ കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങുന്നവരുടെ ആ ഒരു തിരക്കുമൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് പാർക്കിങ്ങിന് ഒട്ടും സൗകര്യം ഇല്ലാണ്ടിരുന്നത്. പിന്നെ അവസാനം നമ്മളിപ്പം ഓണറിൻ്റെ വീട്ടിൽ മുറ്റത്ത് കുറച്ച് ഇടയുണ്ടായിരുന്നു. അപ്പം അവിടെ കൊണ്ടിടാമെന്ന് വിചാരിച്ചു. അത് ജസ്റ്റ് ഇതിൻ്റെ പുറകിൽ തന്നെയാണ്. അപ്പം അങ്ങനെ നമ്മളവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തു. നമ്മൾ മാത്രമല്ല, വേറെയും ഇത് കണ്ടില്ല, ഫ്രണ്ടിൽ വണ്ടി പോകുന്നുണ്ട്. അപ്പം കുറച്ച് ആൾക്കാർ അവിടെയും പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സാറ പുറപ്പൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. സാറയുടെ കാര്യം സാറ് നോക്കേ. ഞങ്ങൾ ഉറങ്ങത്തില്ല, പക്ഷെ പുറപ്പൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരമൽ സാറായും ചോദിക്കും പോപ്കോൺ വേണോ സാറ്? ചീസ് പോപ്കോൺ വാങ്ങിച്ചല്ലേ, പിന്നെ ഒരു കാരമലും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് പോവാം. ഇത് എല്ലാരും കയറിയിരുന്നു ഏറ്റവും അവസാനത്തെ സീറ്റിൽ. ഓക്കെ, അങ്ങനെ എമ്പുരാൻ കാണാൻ വേണ്ടി എല്ലാരും വന്നിരുന്നത്. കാര്യം സാമ്പത്തികമാണ്. ഞങ്ങൾ പാലല്ല തിയേറ്റർ, അടിപൊളി തിയേറ്റർ സിനിമാസ്. ഉറങ്ങി, സാറ് ഉറങ്ങി, ചൊഹാൻ ഉറങ്ങി, നീ ഉറങ്ങിയോടാ? ഫിലിം എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സിനിമയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ അതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നല്ലതായിരുന്നു. സാറ ഇവിടെ ഇറങ്ങിയതല്ലേ? അന്നയാണല്ലോ ഇവര് രണ്ടുപേരും വഴക്ക് പറഞ്ഞോണ്ട് പോവാ. ഇത്രയും നല്ല പടമായിട്ട് കിടന്നുറങ്ങിയെന്ന്. നമുക്ക് ജോക്കുട്ടിനോട് നാളെ കഥ ചോദിക്കണം. ഓ, ഇപ്പൊ 12 മണിയായി, കൃത്യം 12 മണിയായി. എന്നിട്ടും കണ്ടില്ല തിരക്ക്. 12-ന് കയറുന്നവർ വെളുപ്പിന് 3 മണിക്കല്ലേ ഇറങ്ങുള്ളൂ. അതെ, 3 മണിക്ക് ഷോ ഉണ്ട്. പിന്നെ വെളുപ്പിന് 5 മണിക്ക് വീണ്ടും ഷോ ഉണ്ട്. ഇത് അയ്യോ, സെക്കൻഡ് ഷോ അല്ല. സെക്കൻഡ് ഷോ നമ്മളിപ്പോ കഴിഞ്ഞത്. സെക്കൻഡ് ഷോ ഇപ്പൊ കഴിഞ്ഞത്. ഇവിടെ ഇല്ല, ഇവിടെ പാർക്കിംഗ് കിട്ടിയില്ല. ഇതാ വീട്ടുമുറ്റത്ത്, ഓണറുടെ വീട്ടുമുറ്റത്താണ് വണ്ടി പാർക്ക് ചെയ്തത്.